ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വീക്ക് ആൻഡ് PSC. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതിന് മുന്നായിട്ട് 2 വീഡിയോസും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 വീഡിയോസും നമ്മുടെ ചാനലിൻ്റെ ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണുക. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ബാക്കിയായിട്ടൊക്കെ തന്നെ അല്ലെങ്കിൽ തുടർച്ചയായിട്ടൊക്കെ തന്നെയാണ് ഈ വീഡിയോയും വരുന്നത്. ഓക്കെ, അപ്പോൾ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് ഭരണവും ചൂഷണവും എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബംഗാളിലാണ് ആദ്യം യുദ്ധങ്ങൾ വഴിയും പിന്നെ പല പല വ്യവസ്ഥകളും ഒക്കെ കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാർ അധികാരം നേടിയെടുത്തത് ബംഗാളിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ബംഗാളിൽ ഇവരെങ്ങനെ ഭരണം നടത്തിയെന്നും അവിടെ ഇവർ പുതിയ പുതിയ നിയമങ്ങളും നികുതി പിരിവുകളും ഒക്കെ കൊണ്ടുവന്ന് എങ്ങനെയാണ് അവിടുത്തെ ജനതയെ ചൂഷണം ചെയ്തതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ SSCRT ടെക്സ്റ്റ് ബുക്കിൽ 2 ചാപ്റ്റേഴ്സാണ് വന്നത്. ക്ലാസ് 10ാം ക്ലാസ്സിൽ ഓരോ ചാപ്റ്ററും പിന്നെ +2 ഒരു ചാപ്റ്ററും, അങ്ങനെ 2 ചാപ്റ്ററാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറഞ്ഞേക്കുന്നത്. ആ 2 ചാപ്റ്റേഴ്സിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ 10ാം ക്ലാസ്സിലുള്ള ഒരു കോട്ടാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോട്ടാണ് കേട്ടോ ഇത്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞത്, ഇന്ത്യൻ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. അപ്പോൾ ഇത് പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ തന്നെ ഗവർണറായിരുന്ന വില്യം ബെൻഡിക് പ്രഭുവാണ് ഈ ഒരു കോട്ട് പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോട്ടാണ്. ഇത് മിക്കപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റായിട്ട് കാണുന്ന ഒരു കോട്ടാണ്. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കോട്ടാണ്. അപ്പം അന്ന് നമ്മുടെ ഇന്ത്യൻ ജനത അനുഭവിച്ച ദുരിതത്തെ പറ്റിയിട്ട് അവരുടെ തന്നെ ബ്രിട്ടീഷുകാരുടെ ആൾക്കാർ തന്നെ പറഞ്ഞ ഒരു കോട്ടാണിത്. ഓക്കെ, അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രമാത്രം ദുരിതമാണ് അന്നത്തെ കർഷകരൊക്കെ ഇവിടെ അനുഭവിച്ചതെന്നല്ലേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്പനി ഭരണം സ്ഥാപിതമായത് ബംഗാളിലായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ബംഗാളിലാണ് അവർ മെയിനായിട്ട് ബംഗാളിലെ കാർഷിക സമൃദ്ധിയൊക്കെ നോക്കിയിട്ട് അവിടെയാണ് മെയിനായിട്ട് അവർ ആദ്യം ഫോക്കസ് ചെയ്തത്. അപ്പം ബംഗാളിലാണ് അവർ ആദ്യമായിട്ട് കമ്പനിയുടെ ഭരണം സ്ഥാപിതമായത്. ബംഗാളിൽ അധികാരം സ്ഥാപിച്ച കമ്പനി ആദ്യം ശ്രമിച്ചത് അവിടുത്തെ ഗ്രാമീണ സമൂഹങ്ങളെ പുനഃക്രമീകരിക്കാനും പിന്നെ പുതുതായിട്ട് അവിടെ നികുതി സമ്പ്രദായങ്ങളൊക്കെ ആവിഷ്കരിക്കാനുമാണ്. അതിനു വേണ്ടിയിട്ട് അവർ ജമീന്ദാർ എന്നൊരു വിഭാഗം ഉദ്യോഗസ്ഥരെ നിയമിച്ചു. ഇതായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അനുസരിച്ചാണ്, അതിനാണ് സെമീന്ദാരി സിസ്റ്റം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മൾ ജമീന്ദാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ വന്നത്. ഈ ജമീന്ദാർ എന്ന് പറയുന്ന ആളുകളെ കമ്പനി തന്നെ അവിടേക്ക് വേണ്ടി നികുതി പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിയമിച്ച ഉദ്യോഗസ്ഥരായിരുന്നു. ഈ വ്യവസ്ഥ പ്രകാരം സെമീന്ദാർ എന്നാൽ ഗ്രാമത്തിലെ ഒരു ഭൂവുടമയൊന്നുമല്ല, മറിച്ച് സർക്കാരിന് വേണ്ടി നികുതി പിരിക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു സെമീന്ദാർക്ക് കീഴിൽ നിരവധി ഗ്രാമങ്ങളുണ്ടായിരുന്നു. ഈ ഗ്രാമങ്ങളെ ഒരു റവന്യൂ എസ്റ്റേറ്റ് ആയിട്ടാണ് കമ്പനി കൺസിഡർ ചെയ്തിരുന്നത്. ഒരു എസ്റ്റേറ്റിന് മുഴുവനായിട്ടുള്ള നികുതി എത്രയാണ്, ഒരു എസ്റ്റേറ്റ് എത്ര നികുതി അടയ്ക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ടിരുന്നത് കമ്പനി തന്നെയായിരുന്നു. കമ്പനിയാണ് ആ ഒരു എസ്റ്റേറ്റിൻ്റെ നികുതി എത്രയാണെന്ന് തീരുമാനിക്കുന്നത്. ഈ നികുതി സെമീന്ദാറാണ് കമ്പനിയായിട്ടുള്ള കരാറ് പ്രകാരം പിരിച്ച് കമ്പനിക്ക് കൊടുക്കുന്നത്. സെമീന്ദാർ വിവിധ ഗ്രാമങ്ങളിൽ നിന്നും വാടക പിരിച്ചെടുക്കുകയും കമ്പനിക്ക് കൊടുക്കേണ്ട നികുതി നൽകുകയും ബാക്കി വരുന്ന ഇപ്പോൾ കൂടുതലായിട്ടുള്ള തുകയാണ് പിരിച്ചെടുക്കുന്നത് സെമീന്ദാർ. ബാക്കി വരുന്ന തുക സ്വന്തം വരുമാനമായിട്ട് എടുക്കുകയും ചെയ്യും. അതാണ് സെമീന്ദാറുടെ വരുമാനം. അപ്പം ഇങ്ങനെ എടുക്കുകയും ചെയ്തു. നികുതി പിരിച്ചു വരുന്നതിൽ നികുതി പിരിക്കുന്നതിൽ സെമീന്ദാർ എന്തെങ്കിലും വീഴ്ച പതിവായിട്ട് കൊടുക്കണമായിരുന്നു നികുതി. അപ്പോൾ പതിവായിട്ട് കൊടുക്കാതെ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ അയാളുടെ എസ്റ്റേറ്റ് സെമീന്ദാറുടെ കീഴിലുണ്ടായിരുന്ന ആ എസ്റ്റേറ്റ് കമ്പനി ലേലം ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെമീന്ദാരി സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ പറ്റിയൊക്കെ നമ്മൾ ഇനിയും പ്രത്യേകമായിട്ട് പഠിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ ബംഗാളിൽ അവർ ചൂഷണം ചെയ്യുന്നത്, അവിടുത്തെ കർഷകരെയൊക്കെ ചൂഷണം ചെയ്യുന്നതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയൊക്കെ എന്നാന്നൊക്കെ കറക്റ്റായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സസിൽ പഠിക്കുന്നുണ്ട്.
നികുതി സമ്പ്രദായം, പുതിയൊരു നികുതി സമ്പ്രദായമൊക്കെ കമ്പനി കൊണ്ടുവന്നപ്പോഴത്തേക്കും കർഷകർ വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മേലെ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. പിന്നെ വരൾച്ചയോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ ഒക്കെ മൂലം കൃഷി നശിച്ചാലും അവർക്ക് നികുതിക്ക് ഇളവൊന്നും കൊടുത്തിരുന്നില്ല. നികുതി എത്ര രൂപ അടയ്ക്കണോ അത്രയും രൂപ തന്നെ കർഷകർ അടയ്ക്കണമായിരുന്നു. അവരെയൊക്കെ ഒരു ഇളവുകളും ഒന്നും അന്നേരം കൊടുത്തിരുന്നില്ല. പിന്നെ പണത്തിനായിട്ട് കർഷകർ പണമായിട്ട് തന്നെ കൊടുക്കണമായിരുന്നു. നേരത്തെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നികുതി നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ നമ്മളുണ്ടാക്കുന്ന കൃഷിയിലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ അത് പണമായിട്ട് തന്നെ നികുതി അടയ്ക്കണമെന്ന് കമ്പനി വാശി പിടിച്ചു. അപ്പം നികുതി പണമായിട്ട് തന്നെ നൽകണമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു. പിന്നെ പണത്തിനായിട്ട് കർഷകർ അതുകൊണ്ട് തന്നെ അപ്പം എന്തെങ്കിലും നഷ്ടമോ വല്ലതും വന്ന് ഇത്രയും രൂപ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പണത്തിനായിട്ട് കർഷകർ പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ആളുകളെ, അതായത് അവരെ സാഹുക്കൾ എന്നാണെന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സാഹുക്കളെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നു ഈ കർഷകർക്ക്. അപ്പം ഈ കാരണങ്ങൾക്ക് കൊണ്ടൊക്കെ കർഷകർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. ഈ കമ്പനിയുടെ ഭരണം വന്നപ്പം ബംഗാളിലെ കർഷകർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. ഇതുകൊണ്ട് തന്നെ പരമ്പരാഗതമായ അന്നൊക്കെ നമുക്കറിയാം, നമ്മൾ ഇന്ത്യയിലൊക്കെ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഭക്ഷ്യവിളകൾ മാത്രമായിരുന്നു. നെല്ല്, ഗോതമ്പ്, ചോളം പോലെയുള്ള ഭക്ഷ്യവിളകൾ മാത്രമായിരുന്നു അല്ലേ. അപ്പോൾ ആ ഭക്ഷ്യവിളകളൊക്കെ മാറ്റിയിട്ട് കൂടുതൽ കാശ് കിട്ടുന്ന, അല്ലെങ്കിൽ കമ്പനിക്ക് കൂടുതലായിട്ടും വേണ്ട വാണിജ്യ വിളകൾ, അതായത് തോട്ടവിളകൾ, നാണ്യവിളകൾ എന്നൊക്കെ പറയുന്നത് പരുത്തി, നീലം അങ്ങനെയുള്ള വിളകളിലേക്ക് കൃഷി അങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാം. ആ തോട്ടം, നമ്മുടെ കൃഷിത്തോട്ടമൊക്കെ, കർഷകരുടെ കൃഷിത്തോട്ടമൊക്കെ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിർബന്ധിതരായി. ഭക്ഷ്യവിളകളൊക്കെ മാറ്റിയിട്ട് നാണ്യവിളകൾ കൃഷി ചെയ്യാൻ കർഷകർ നിർബന്ധിതരായി. ഈ നികുതി അടയ്ക്കാൻ കഴിയത്തില്ല അതിൻ്റെ. മറ്റേതുകൊണ്ട് ഭക്ഷ്യവിളകൾ ചെയ്തുകൊണ്ട് നികുതി അടയ്ക്കാൻ പറ്റാതെ വന്നപ്പം അവർ പതിയെ കൂടുതൽ ലാഭം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ഇങ്ങനെ നാണ്യവിളകളിലേക്ക്, കൃഷിയിലേക്ക് തിരിയാനായിട്ട് നിർബന്ധിതരായി. അപ്പോൾ അതിനുള്ള കുറച്ച് ഉദാഹരണങ്ങൾ, അങ്ങനെ ചേഞ്ച് ചെയ്ത കുറച്ച് ഭക്ഷ്യവിളകൾക്കും പകരം മാറ്റിയിട്ട് വാണിജ്യ വിളകൾ കുറച്ച് കൃഷി ചെയ്ത ഇതുകളാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ ഈ വീഡിയോസ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഇതിൻ്റെ പോയിൻറ്റ്സ് ഒന്നും കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇതൊന്നും ജസ്റ്റ് ഞാൻ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ഇങ്ങനെ പോയിൻ്റായിട്ട് കൊടുത്തിരിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മളിപ്പം ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു പോകുക, അത്രേ ഉള്ളൂ. ഇതൊരു കഥയായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ചെറിയ എന്തെങ്കിലുമൊക്കെ ഇത് കേൾക്കത്തില്ലേ, അങ്ങനെ കേൾക്കുന്ന പോലെ കേട്ടിരുന്നാൽ മതി. അതിൻ്റെ ആവശ്യമുള്ളൂ, അല്ലാതെ നോക്കി വായിക്കേണ്ടൊന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പം നീലം അടുത്ത് പറയാൻ പോകുന്നത് ഓരോ വാണിജ്യ വിളകളും എവിടെയാണ് മെയിനായിട്ട് ഏത് പ്രദേശത്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ള കാര്യമാണ് അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം അറിയാവുന്ന കാര്യങ്ങളാണ്. പരുത്തി എവിടെയൊക്കെ കൂടുതൽ ചെയ്യുന്നത്, നീലം എവിടെയായിരുന്നു കൂടുതൽ ചെയ്യുന്നത്, ചാണം എവിടെയാണ് കൂടുതൽ ചെയ്യുന്നത്, അതൊക്കെ അത്യാവശ്യം ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യം. അതുപോലെ തേയില നമ്മുടെ ഇവിടെ ഉണ്ട്, ആസാമിലുണ്ട്, ടീ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ആസാമാണ്. അപ്പം അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം അറിയത്തില്ലാത്ത കാര്യങ്ങളൊന്നും കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തൊന്ന് ശ്രദ്ധിക്കുക. അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ കേട്ട് പോവുക, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇരുന്നതൊന്നും പഠിക്കേണ്ടയോ നോട്ട്സ് എടുക്കേണ്ടയോ എഴുതേണ്ടയോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. അതുപോലെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അധികം ഒന്നും പറയുന്നില്ല, ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു 10th ലെവൽ സ്റ്റാൻഡേർഡുള്ള കുട്ടിക്ക് പഠിക്കേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ ഇതേ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു പോയ കാര്യങ്ങളാണ്. പിന്നെ അത് നമ്മുടെ ഉള്ളിൽ ഇപ്പം നിൽക്കുന്ന കാണത്തില്ല, ഇപ്പം നമ്മൾ മറന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് പൊടി തട്ടി എടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ട് ഇത് വലിയൊരു ബേർഡനായിട്ടൊന്നും ഈ സ്ലൈഡൊന്നും കണ്ട് വലിയൊരു ബേർഡനായിട്ടൊന്നും കാണണ്ട കേട്ടോ. ഒരു കണ്ടിന്യൂറ്റി വായിച്ചു പോകുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം നമ്മുടെ തോട്ടവിളകൾ. നീലം ഒരെണ്ണമാണ് നീലം. നമ്മുടെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതല്ല, പക്ഷേ ബ്രിട്ടീഷുകാർക്ക് ഈ നീലം അവരുടെ ഫാക്ടറീസിലൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് ഇവിടെ കൂടുതൽ ഡിമാൻഡ് കൊണ്ടുകൊണ്ട് പഴയ കൃഷിക്കാർ അതിലേക്ക് തിരിഞ്ഞു. അപ്പം നീലം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ബംഗാളിലും ബീഹാറിലുമാണ് നീലം കൃഷി ചെയ്തത്. അതുപോലെ പരുത്തി നമുക്ക് നേരത്തോട്ടേ ഉണ്ടായിരുന്നു. പിന്നെ പരുത്തി ചെയ്തത് മഹാരാഷ്ട്ര, പഞ്ചാബ് ഏരിയ, ആ ഒരു ഏരിയയിലാണ് പരുത്തി കൃഷി ചെയ്തത്. അടുത്തതാണ് കരിമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഉത്തർപ്രദേശിലാണ്. നമുക്കറിയാം അല്ലേ, ഷുഗർ സ്റ്റേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഉത്തർപ്രദേശാണ്. സോ കരിമ്പ് ഉത്തർപ്രദേശാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ തേയില ആസാമിലും ഉണ്ടായിരുന്നു, കേരളത്തിലും ഉണ്ടായിരുന്നു. ചണത്തിൻ്റെ കാര്യത്തിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ, ബംഗാൾ, അന്നും ഇന്നും എല്ലാം ചണം ബംഗാൾ. നെക്സ്റ്റ് ഗോതമ്പ് പഞ്ചാബ്. അപ്പോൾ ഇത്രയും തോട്ടവിളകളിലേക്കാണ് നമ്മൾ കൃഷിക്കാർ പതിയെ തിരിഞ്ഞത്. മറ്റേ ഭക്ഷ്യവിളകൾ ചെയ്ത് ലാഭം ഇല്ലാത്തത് കൊണ്ട് പയ്യെ അവർ തിരിഞ്ഞത് ഈ ഒരു കുറച്ച് തോട്ടവിളകളിലേക്കാണ് അവരുടെ കൃഷി ചേഞ്ച് ചെയ്തത്.
ചില കർഷകർ ഇപ്പം ഇങ്ങനെ ചേഞ്ച് ചെയ്തവരുണ്ട്. ചില കർഷകർ കൃഷി തന്നെ ഉപേക്ഷിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ നോക്കേണ്ടതായിട്ട് വന്നു. കാരണം ഒട്ടും അടയ്ക്കാൻ പറ്റാതെ സ്വന്തം കൃഷിഭൂമി നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അതുപോലെ നഷ്ടപ്പെടും എന്നുള്ള രീതി വന്ന് കടം വാങ്ങിച്ച് ഈ സാഹുക്കളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് ആത്മഹത്യയുടെ അറ്റത്ത് വന്ന് നിൽക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ചില കർഷകർ കൃഷി ഉപേക്ഷിച്ച് വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് ഉപേക്ഷിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനങ്ങനെ ഒരു ഉദാഹരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് നഗോഡകൾ. ടെക്സ്റ്റ് ബുക്കിലെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 ആണെന്ന് തോന്നുന്നു. ചെറുത്തുനിൽപ്പ്, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകൾ എന്ന് പറയുന്നൊരു ചാപ്റ്ററുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററിൽ ഫസ്റ്റ് പേജിൽ തന്നെ ഇൻട്രൊഡക്ഷനായിട്ട് പടം ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നതാണ് ഈ നഗോഡകളുടെ കാര്യം. നഗോഡകളുടെ കാര്യം പറഞ്ഞേക്കുന്നത്, നഗോഡകൾ എന്ന് പറഞ്ഞാൽ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. അപ്പം ബംഗാളിൽ കമ്പനി ഭരണം വന്നേ പിന്നെ അവരുടെ ചൂഷണം സഹിക്കാൻ പറ്റാതെ ഈ നഗോഡകൾക്ക് അവരുടെ കുലത്തൊഴിലായിട്ടുള്ള ഈ പട്ടുനൂൽ കൃഷി ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. അതിന് വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയൊരു മാർഗ്ഗമായിരുന്നു, അവർ വേറെ ഒരു വഴിയിലും സമ്മതിക്കില്ല. ഈ ബ്രിട്ടീഷുകാർ ഇവരെ ഈ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ പോലും സമ്മതിക്കാതെ വന്നപ്പോൾ സഹികെട്ട് ചെയ്ത കാര്യം എന്തെന്ന് വെച്ചാൽ അവരുടെ സ്വന്തം പെരുവിരൽ അവർ മുറിച്ചു മാറ്റി. നഗോഡകൾ സ്വന്തം പെരുവിരൽ അവരുടെ തൊഴിൽ പട്ടുനൂൽ കൃഷി ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റി. ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചിലപ്പം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ നഗോഡകൾ ആരൊക്കെയാണ് എന്താണെന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാർഷിക മേഖലയുടെ തകർച്ച പോലെ തന്നെ ഇന്ത്യൻ പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണം ഈ ബ്രിട്ടീഷുകാരുടെ പുതിയ നയങ്ങളായിരുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പരമ്പരാഗത വ്യവസായമായിരുന്നു തുണി വ്യവസായം. ഈ തുണി വ്യവസായം തകർച്ച നേരിടാനുള്ള വളരെ പ്രധാനമായ കാര്യം എന്ന് പറഞ്ഞാൽ യന്ത്രനിർമ്മിതമായ ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ, അതും യന്ത്രനിർമ്മിത ആയതുകൊണ്ട് തന്നെ വിലക്കുറവായിരുന്നു. അങ്ങനെയുള്ള തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് അവർ ഇറക്കുമതി ചെയ്തു. ഇത് ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ ഒരു വലിയ റീസണാണ്. അതുപോലെ തന്നെ അവരുടെ അവരുടെ ഈ തുണിത്തരങ്ങളെല്ലാം ഗ്രാമങ്ങളിൽ പോലും എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ റെയിൽവേ കൊണ്ടുവന്നു. അതുപോലെ റോഡ് ശൃംഖലയെല്ലാം വിപുലമാക്കി. അപ്പം ഗ്രാമങ്ങളിൽ പോലും ഈ വിലക്കുറവിൽ ഈ യന്ത്രനിർമ്മിതമായിട്ടുള്ള ബ്രിട്ടനിൽ നിന്നുള്ള തുണി എത്തിച്ച് അവർ വിൽപ്പന ചെയ്തു. അപ്പം നമ്മുടെ തുണിത്തരങ്ങൾക്ക് ഡിമാൻഡ് ഇല്ലാതെയായി. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ, പരുത്തി പോലുള്ള അസംസ്കൃത വസ്തുക്കൾ അവർ വൻതോതിൽ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തു. അപ്പം നമുക്ക് അസംസ്കൃത വസ്തുക്കളും കിട്ടാതെയായി. അങ്ങനെയുള്ള ഈ കുറച്ച് റീസൺസ് ഒക്കെ കൊണ്ടാണ് നമ്മുടെ പ്രധാനപ്പെട്ട വ്യവസായമായിരുന്ന തുണി വ്യവസായം വരെ തകർച്ചയുടെ വക്കിലെത്താനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. ഇപ്പം അതുപോലെ തന്നെ ബ്രിട്ടീഷ് വ്യവസായികൾ, ലണ്ടനിൽ നിന്നൊക്കെയുള്ള ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾക്കും തുടങ്ങി കുറിച്ചു. അവർ ഇവിടെ തന്നെ തുണി വ്യവസായവും ചാണകവും ഇരുമ്പുരുക്ക്, പേപ്പർ ഇതുപോലെയുള്ള ആധുനിക വ്യവസായങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇതും നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന വ്യവസായികൾക്കും ഒക്കെ വളരെ വലിയൊരു തിരിച്ചടിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കാരണമാണ് നമ്മുടെ കൃഷിക്ക് നാശം വന്നതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള വ്യവസായങ്ങളും നമ്മുടെ ഇന്ത്യയിൽ തകർച്ച നേരിട്ടതിൻ്റെ വലിയൊരു കാരണം ഈ ബ്രിട്ടീഷുകാരുടെ ഇടപെടലായിരുന്നു. അപ്പോൾ അതിനൊരു കുറച്ച് ഉദാഹരണങ്ങൾ, തുണി വ്യവസായം പറഞ്ഞ പോലെ തന്നെ വേറൊരു വ്യവസായമായിരുന്നു മൺപാത്ര നിർമ്മാണത്തിന് ഇത് വരാനുള്ള കാരണം എന്താ വെച്ചാൽ അവർ വൻതോതിൽ അലൂമിനിയം പാത്രങ്ങളൊക്കെ ബ്രിട്ടനിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു. അപ്പോൾ പിന്നെ മൺപാത്രത്തിൻ്റെ ആവശ്യമില്ലല്ലോ, അപ്പോൾ അതും വിലക്കുറവിലും കിട്ടുകയും ചെയ്യും. അപ്പോൾ മൺപാത്ര നിർമ്മാണത്തിന് തകർച്ച നേരിടാനുള്ള കാരണം അലൂമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതിയായിരുന്നു. അതുപോലെ തുകൽപ്പണി അസംസ്കൃത വസ്തുക്കളുടെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി കൂടിപ്പോയതുകൊണ്ട് തുകലിൻ്റെ വ്യവസായത്തിനും വളരെയധികം നഷ്ടം നേരിട്ടു. അടുത്തൊരു മരപ്പണിയാണ്. മരപ്പണിയിൽ ലോഹനിർമ്മിതമായുള്ള യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് മരങ്ങളുടെ ആവശ്യവും മരത്തിൻ്റെ കൊണ്ടുള്ള പണിയുടെ ആവശ്യവും ഉണ്ടായിരുന്നില്ല. ലോഹത്തിൻ്റെ സംഭവങ്ങളൊക്കെയല്ല യന്ത്രങ്ങളിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതുവരെ നമ്മൾ മരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കത്ര ഇതിനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവിടെയും ആ ഒരു വ്യവസായവും തകർച്ച നേരിടാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വ്യവസായങ്ങളുടെ ഏരിയയിൽ നഷ്ടം നേരിട്ട കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ കാർഷിക മേഖലയുടെയും കരകൗശല വ്യവസായത്തിൻ്റെ എല്ലാം തകർച്ചകൾ ക്ഷാമത്തിലേക്കും പട്ടിണി മരണത്തിലേക്കും ഒക്കെ ഇന്ത്യയെ തള്ളിയിട്ടത്. അപ്പോൾ അതേ പറ്റിയിട്ട് നമ്മുടെ ജർമ്മൻ
ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായിരുന്ന ജർഗൻ കുസിയാസ്കി പറഞ്ഞിരിക്കുന്ന ഒരു കോട്ടാണ് തന്നിരിക്കുന്നത്. ഇതും ടെക്സ്റ്റ് ബുക്കിലുള്ള കോട്ട് തന്നെയാണ്. വയറു നിറയെ XCERT 10th പറഞ്ഞിരിക്കുന്നത്, വയറു നിറയെ ആഹാരമില്ലാതെ വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യാവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ്. വയറു നിറയെ ആഹാരമില്ലാതെ വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യാവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ്. ഇത് പറഞ്ഞത് ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായിട്ടുള്ള ജർഗൻ കുസിയാസ്കി എന്നാണ്. അപ്പം അദ്ദേഹമാണ് ഈ ഒരു കോട്ട് പറഞ്ഞത്. ഇതും ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോട്ടാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് ഓർക്കും ഇന്ത്യക്കാരായിരിക്കും എന്നൊക്കെ, പക്ഷേ അല്ല, ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനാണ്. അപ്പോൾ 2 കോട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഈ ഒരു ടോപ്പിക്കിൽ ബംഗാളിലെ ബ്രിട്ടീഷ് ഭരണം ചൂഷണം എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ ഈ ഒരു കാര്യങ്ങളേ ഉള്ളൂ. ഈ 2 കോട്ടുണ്ട്. പിന്നെ ആ ഒരു ടേബിൾ പറഞ്ഞില്ലേ, ഏതാ നീലം എവിടെ കൃഷി ചെയ്യുന്നു, ആ ഒരു കാര്യം പറഞ്ഞില്ലേ, അത്രയും കാര്യം ഇതിനകത്ത് സത്യത്തിൽ പഠിക്കാനുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ അവർ സ്റ്റേറ്റ്മെൻറ്റ് വൈസൊക്കെ ചോദിക്കുന്നതുകൊണ്ട് അത് ശരി ഇത് ശരി അത് രണ്ടും ശരി അങ്ങനെയൊക്കെ ചോദിക്കുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും എഴുതിയെടുത്ത് പഠിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഈ കോട്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു 2-3 പ്രാവശ്യം ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കോട്ട്സ് അല്ലേ, നമുക്ക് പെട്ടെന്ന് ഇന്ത്യൻ സമതലങ്ങളെ പരുത്തി കൃഷിക്കാരുടെ എല്ലുകൾ വെളുപ്പിക്കുന്നു അങ്ങനെയുള്ളതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇതുപോലെ ഇതെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു കോട്ടല്ലേ, ഇത് ലോകം എല്ലാം കേട്ട ഒരു കോട്ടല്ലേ. അപ്പം ഈ കോട്ട് ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരൻ പറഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വലിയ പാടൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒന്ന് ജസ്റ്റ് 2-3 പ്രാവശ്യം ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ കിട്ടുന്ന കാര്യമുള്ളൂ. ഈ കോട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതുപോലെ ഈ കാര്യം മാത്രമേ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൂ, വേറെ അധികം കാര്യങ്ങളൊന്നുമില്ല. അത് വളരെ ചെറിയൊരു വീഡിയോ കേട്ടോ ഇത്. ഞാൻ ജസ്റ്റ് 2 വീഡിയോ വെറുതെ കൂട്ടി വലുതാക്കണ്ട എന്നുള്ളതിൽ ഒറ്റയായിട്ട് ചെയ്തതേ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ ജസ്റ്റ് കേട്ട് പോവുക, ഒരു കഥ പോലെ ജസ്റ്റ് കേട്ട് പോവുക, അത്രേ ഉള്ളൂ. വേറെ വലിയ ബേർഡനായിട്ടൊന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ചിലപ്പോൾ കറണ്ട് അഫെയർ ആയിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക് ആയിരിക്കും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കുമല്ലോ. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് ആയിരിക്കും ചെയ്യുന്നത് മേ ബി. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.